logic speaks louder, you are a proof card. So welcome guys to a new video. So today we are discussing about law of exponents. So I think you are very interested in this topic. So we are unboxing a new logical books. So I think I was very excited and also you. Law of exponents. So നമുക്ക് അതിനു മുമ്പ് exponents എന്താണെന്ന് പഠിക്കാം. Exponents എന്ന് പറഞ്ഞാൽ an exponent show how many times a number is multiplied by itself. Yes. Exponents എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പവേഴ്സ് ആണ് മെയിൻലി പറയുന്നത്. ഈ exponents എന്ന് പറയുന്നത് ഏകദേശം പറയുകയും law of powers എന്ന് പറയാം. Okay. Exponents will understand the power of a number. Mainly അതിന്റെ കോർ ഐഡിയ എന്ന് പറഞ്ഞാൽ പവേഴ്സിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് മാത്രമാണ്. അങ്ങനെ 7 മെയിൻ ലോസ് ആണ് എക്സ്പോണൻസിനുള്ളത്. സോ 7 മെയിൻ ലോസിന് ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓഫ് പവർ കൊടുക്കുന്നത്. അതിന്റെ റൂൾ എന്ന് വെച്ചാൽ a raised to m into a raised to n is equal to a raised to m plus n. സോ അത് പറയുന്നത് വെച്ചാൽ a raised to m എന്ന നമ്പർ, അതായത് a എന്ന് പറയുന്നത് ബേസ് ആണ്, m എന്ന് പറയുന്നത് പവർ ആണ്. വേറൊരു നമ്പർ അല്ല, ആ നമ്പർ തന്നെ അതിനോട് മൾട്ടിപ്ലൈ ചെയ്യണം, പക്ഷെ ഡിഫറെന്റ് പവർ ആണ്. സെയിം ബേസ് വിത്ത് ഡിഫറെന്റ് പവർ. സോ നമ്മൾ ഈ പറയുന്നത് സെയിം ബേസ് വെച്ചായിരിക്കും. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. സെയിം ബേസ് വരികയാണെങ്കിൽ മാത്രം, അതായത് നിങ്ങൾ 1/2 into 2/3 മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് 8/2 into 8/3 ചെയ്യാം. സോ സെയിം ബേസ് വരും. അതാണ് ഇതിന്റെ മെയിൻ റൂൾ ആയിട്ട് വരുന്നത്. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് ഡിഫറെന്റ് പവേഴ്സ് വരുന്ന സെയിം ബേസ് വരുന്ന നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാനാണെങ്കിൽ നിങ്ങൾ അതിന്റെ പവേഴ്സ് ആഡ് ചെയ്താൽ മതി. When multiplying two powers with the same base, add the exponents. Exponents എന്ന് പറയുന്നത് ഇവിടെ പവേഴ്സിനെ കുറിച്ചാണ്. ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 square into 3 raised to 4 is equal to 3 raised to 2 plus 4. So 2 plus 4 എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ 3 raised to 6 എന്ന് വരും. 3 raised to 6 എന്ന് പറയുന്നത് 799. സോ എന്നോട് ചോദിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് ഉപകാരം? അപ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. 3 സ്ക്വയർ, അപ്പോൾ നിങ്ങൾ 3 into 3 സ്ക്വയർ അറിയുന്ന എല്ലാവർക്കും അറിയാം, പക്ഷെ നിങ്ങൾക്ക് 3 raised to 99 ഇല്ല. അപ്പോൾ നിങ്ങൾ 3 raised to 3 into 3 into 3 3 into കുറേ 3 ഇങ്ങനെ വരും. സോ അത് പോരാതെ 3 raised to 90 into 3 raised to 100 ഒക്കെ തന്ന നിങ്ങൾ ഇരുവരല്ലേ. സോ അതിനു വേണ്ടി നിങ്ങൾക്ക് കുറച്ചൊന്നും സിമ്പിൾ ആക്കി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ 3 സ്ക്വയർ 9 3 raised to 4 81 രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് 792. സോ ഇത്ര ഡിഫിക്കൽട്ട് ഉണ്ടോ? ഇല്ല. 3 സ്ക്വയർ into 3 raised to 4 is equal to 3 raised to 2 plus 4 ചെയ്താൽ മതി. അപ്പോൾ 2 plus 4 എത്രയാണ്? 6 ആയിരിക്കും. 3 raised to 6 എത്രയായിരിക്കും? 3 into 3 into 3. സിമ്പിൾ അല്ലേ? അപ്പോൾ 799. സോ ഇത് മെയിൻലി നമുക്ക് യൂസ് ചെയ്യുന്നത് ആൽജിബ്ര ബേസിൽ ഇതിലെ എന്താ പറയുക ഇക്വേഷൻസ് ഉണ്ടാക്കുമ്പോൾ കൂടുതൽ യൂസ്ഫുൾ ആണ്. അതാണ് ഇതിൻ്റെ മെയിൻ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഞാൻ കുറച്ച് രണ്ട് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ജസ്റ്റ് പറ്റാതെ കമൻറ്റ് ചെയ്തേക്കും. സോ നിങ്ങൾക്ക് പറയാമല്ലോ എത്രത്തോളം പഠിച്ചിരുന്നത്. സോ കറക്റ്റ് ആൻസർ നമ്മൾ പിൻ ചെയ്യുന്നതായിരിക്കും. അടുത്ത ലോജിക് കോഷ്യന്റ് ഓഫ് പവേഴ്സ്. കോഷ്യന്റ് ഓഫ് പവേഴ്സ് എന്ന് പറഞ്ഞത് മെയിൻലി പറയുന്നത് ഡിവിഷനിലാണ് പറയുന്നത്. അതായത് a raised to m by a raised to n എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ സെയിം ബേസ് ആണല്ലോ, പവേഴ്സ് മാത്രമേ ഡിഫറൻസ്, അത് ഡിവിഷനാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ a raised to m minus n. So simply when dividing powers with the same base, subtract the exponents. Exponents അതായത് പവേഴ്സിനെ സബ്സ്ട്രാക്ട് ചെയ്യുക. സെയിം ബേസുകൾ ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പവേഴ്സ് സബ്സ്ട്രാക്ട് ചെയ്താൽ മതി. പവേഴ്സ് ഉണ്ടെങ്കിലോ പവേഴ്സ് ഉണ്ടാകും. ഓൾ നമ്പേഴ്സ് ഹാവ് പവേഴ്സ്. ഈവൻ ഇഫ് ആസ് എ നമ്പർ ഇഫ് 1 just power but 1 raised to 1. So and also it has 1 raised to 0. So നിങ്ങൾക്ക് ഇതൊരു 1 raised to 0 എന്ന് പറഞ്ഞത് ഇതിലൊരു ലോയാണ്. അത് 0 എക്സ്പോണന്റ് റൂൾ ആണ്. അതായത് ഏകദേശം 6 റൂൾ ആയിട്ട് വരുന്നത്.
സോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ കാണുന്നത്. സോ നിങ്ങൾക്കും അതും എല്ലാം പഠിയും. ഓക്കെ, ഞാൻ കുറച്ച് എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 7⁵ by 7⁵. So is equal to 7⁵ (5 - 2). So that is equal to 7⁵. So നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇത് ഭയങ്കര സിമ്പിൾ അല്ലേ? മൾട്ടിപ്ലിക്കേഷൻ കാരണം ഫസ്റ്റ് പറഞ്ഞോ അത്രയ്ക്ക് യൂസ്ഫുൾ ആയിരിക്കും, പക്ഷേ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. കാരണം 7⁵ പറയുമ്പോൾ കുറേ ഇവിടെ 7⁵ ചെയ്തിട്ട് പിന്നെ അതിൻ്റെ 7⁵2 ചെയ്യണം. സോ ഇതും വളരെ സിമ്പിളൊക്കെ തന്നെയാണ്. കാരണം നിങ്ങൾ ഡിവിഷൻ 7 എഴുതിയിട്ട് ഡിവിഷൻ ചെയ്തിട്ട് 7 × 2 ചെയ്തപ്പോൾ ഞങ്ങൾ രണ്ട് എന്താ പറയുക 7⁵ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന എന്തായിരിക്കും 7⁵3. സോ അത്ര ഉള്ളതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്യുന്നതാണ്, പക്ഷേ ഇത് നിങ്ങൾ ലോ ഓഫ് എക്സ്പോണൻസ് എന്ന് പറയാൻ ലോയുണ്ട് എന്ന് മനസ്സിലായി. സോ ഇത് നിങ്ങൾക്ക് അറിയാത്ത ലോസ് ഉണ്ട്, പക്ഷേ നിങ്ങൾക്ക് അറിയുന്നത് നിങ്ങൾ അറിയാതെ യൂസ് ചെയ്യുന്ന ലോസ് ഉണ്ട്. അതാണ് ഇതിൻ്റെ വലിയ തമാശ വരുന്നത്. സോ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആട്ടം കൊടുത്തിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. തേർഡ് വൺ, പവർ ഓഫ് പവേഴ്സ്. യെസ്, എന്താണ് അതായത് മെയിൻലി എന്ന് പറയുന്നത് A⁻m⁴n എന്ന് പറഞ്ഞാൽ അത് ഒരു നമ്പർ തന്നെ ആ നമ്പർ കിട്ടിയതിന് ശേഷം അതിന് വേറെ പവർ വെച്ച് ചെയ്യാൻ, അതിന് വേറെ പവർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ ആ രണ്ട് പവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യണം. ബേസ് കോൺസ്റ്റന്റ് ആക്കി വെച്ചാൽ രണ്ട് പവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എന്താ വെച്ചാൽ മൾട്ടിപ്ലൈ ദ എക്സ്പോണൻസ്. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു മെയിൻലി കോർ ഐഡിയ എന്ന് പറയുന്നത്. അപ്പോൾ കോർ ഐഡിയ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ മെയിൻലി അത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി പവേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 2⁵3 (2). അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ 3 × 2 മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 6 എന്ന് പറയുമ്പോൾ 2⁵6 64. അപ്പോൾ അത്ര ഉള്ളൂ. രണ്ട് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് നിങ്ങൾ അത് ചെയ്ത് നോക്കുക, കമൻറ്റ് ചെയ്യും. പവർ ഓഫ് എ പ്രൊഡക്റ്റ് log 4. log 4 എന്ന് പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തന്നെയാണ്. നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾ ആലോചിച്ചു A⁻B⁴n. നിങ്ങൾ എന്ത് ചെയ്യണം? സിമ്പിളാണ് ഗൈസ്. രണ്ട് പ്രൊഡക്റ്റുകൾ എന്താ വരികയാണെന്നുണ്ടെങ്കിൽ അതിന് പവറുകളുണ്ട്. ആ രണ്ട് പ്രൊഡക്റ്റ് ചെയ്ത് അതായത് 1 × 2 3 വരികയാണ്. നമ്മൾ സമ്മൻ ചെയ്യുന്ന ആ 3 ഇല്ലേ കുറച്ച് അത്രേ ഉള്ളൂ. രണ്ട് പവേഴ്സുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഇപ്പോൾ A⁻B⁴n ആണെങ്കിൽ A⁻n B⁻n അത്രയേ ഉള്ളൂ. അതിൽ പറഞ്ഞു വരുന്നത് ഡിസ്ട്രിബ്യൂട്ട് ദ എക്സ്പോണന്റ് ടു ബോത്ത് ബേസ് വാല്യൂസ്. ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 × 3⁴2. അപ്പോൾ 2² × 3² (4 × 9 36). സോ ഞാൻ അതിൻ്റെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തണം. The law of 5 is power of a quotient. സോ ഇതും നേരത്തെ പറഞ്ഞ ലോ 4 സെയിം. അവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്, ഇവിടെ ഡിവിഷൻ ആണ്. ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. A/B⁴n is equal to A⁻n/B⁻n. സോ ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 6/2 അപ്പോൾ 6² is 36/4 is equal to 9. So it's very simple. So practice question കൊടുത്തിട്ട് ഇൻട്രസ്റ്റിംഗ് ആണ്, നിങ്ങൾ ചെയ്തു. So and finally നമ്മൾ എത്തിയിരിക്കുകയാണ് സീറോ എക്സ്പെരിമെന്റ്. നേരത്തെ പറഞ്ഞു വന്നതായിരുന്നു. So this was interesting and one of my best rule guys. So here എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. ഈ റൂളാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത്. കാരണം ഏത് നമ്പറിന്റെ പവർ 0 വരികയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. നിങ്ങൾ എത്ര നമ്പർ വേണമെങ്കിൽ പോകും. നിങ്ങൾ 1 crore into 1 crore into 1. So 1 crore into 1 crore കുറേ 1 crore ശരിയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ പവർ 0 ആണെന്നുണ്ടെങ്കിൽ ഒറ്റ ആൻസർ ഉള്ളൂ 1. അതായത് 1 × 1 crore സെയിം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ആൻസർ 1 × 1 × 1. സോ ദ ആൻസർ ഈസ് 1. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ ഏത് നമ്പർ പവർ 0 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. സോ ഞാൻ വെറുതെ രണ്ട് എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾ ചെയ്ത് നോക്കുക, വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്ക്. ദ ഫൈനൽ ആൻഡ് ദ ലാസ്റ്റ് വൺ, നെഗറ്റീവ് എക്സ്പോണന്റ് റൂൾ. സോ ഈ എക്സ്പോണന്റ് റൂൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അധികം ആവശ്യമില്ല. നിങ്ങൾക്ക് ഇപ്പോഴും അറിയാത്തവരുണ്ടാവും
എന്തിനാണ് സാറേ ഫിസിക്സിലെ +1 ചാപ്റ്ററിൽ യൂണിറ്റ് മെഷർമെന്റ്സിൽ ഈ അടിയിൽ കിടക്കുന്ന സാധനം മുകളിലേക്ക് പോകും? നമ്മളെല്ലാവരും നിങ്ങളിങ്ങനെ പഠിക്കരുത്. ഇത് എങ്ങനെ പോകുന്നു? ഇതിനെന്തെങ്കിലും കാര്യമല്ലോ? യെസ് യെസ്, അതിന് ലോ ആണ് നെഗറ്റീവ് എക്സ്പോണന്റ് റൂൾ എന്ന് പറയുന്നത്. അതായത് a⁻n is equal to 1/a⁻n. അതായത് നമ്മൾ തിരിച്ച് പറയായിരുന്നു നല്ലത്. അത് 1/a⁻n എന്നാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ തരുകയാണെങ്കിൽ 4/3, 3ന്റെ പവർ എന്ന് പറഞ്ഞാൽ 2 ആണെങ്കിൽ നിങ്ങൾ മുകളിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ 4 ഇൻറ്റു, അതായത് 3/2 ആണ്. സോറി, എനിക്ക് തോന്നുന്നത് 3/2 ആണ് അതിൻ്റെ പവർ. മുകളിലേക്ക് വരുമ്പോൾ 3⁻², അതിൻ്റെ നെഗറ്റീവ് പവർ ആയിരിക്കും. നമ്മൾ നോക്കുകയാണെങ്കിൽ a⁻n is equal to 1/a⁻n. എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ 2⁻³ is equal to 1/2⁻³. അതായത് -2, അതായത് -2 ആണെങ്കിൽ അതിൻ്റെ പവർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 2⁻³ ആണ്. അപ്പോൾ -3 ആണ് പറയുന്നത്. അതിന് അടിയിലേക്ക് പോകുമ്പോൾ 1/2⁻³ ആയി മാറുമെന്നാണ് പറയുന്നത്. സോ അതിൻ്റെ ആൻസർ വരുന്നത് 1/8 ആയിരിക്കും. സോ അതിൻ്റെ ബ്രാക്കറ്റ് ക്വസ്റ്റ്യൻ കൊടുത്തത് നിങ്ങൾ ചെയ്ത് നോക്കുക. സോ ഇത്രയേ ഉള്ളൂ ലോ ഓഫ് എക്സ്പോണൻസ് എന്ന് പറയുന്നത്. സോ ഫൈനലി നമ്മൾ ഒരു പുതിയ ലോജിക്കൽ ബോക്സ് ബോക്സ് ചെയ്തിരിക്കുകയാണ്. ഐ തിങ്ക് നമ്മൾ ഇനിയും വരുന്ന ദിവസങ്ങളിൽ കുറേ ബോക്സ് അൺബോക്സ് ചെയ്യും. സോ ദാറ്റ് വാസ് വൺ മോർ പ്രൂഫ് അൺബോക്സ്. Until next time, stay sharp, stay curious. This is Proof Corner signing off with logic.